ഒരു കാര്യം ശരിയാണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ തന്ത വൈബിന്റെ ആൾക്കാരാണ്. ഈ 90s ഒക്കെ തന്ത വൈബാണ് എന്ന് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? കമന്റ്സിലൊക്കെ കാണാറുണ്ട്. അതായത് നാട്ടിലൊക്കെ എന്തെങ്കിലും നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെതിരെ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഇപ്പോൾ. അതൊക്കെ തന്ത വൈബ്സ് ആണ്. അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഫുള്ള് ഫ്രീഡായിട്ട് ഫുള്ള് സ്വാതന്ത്ര്യമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയ വാക്ക് തന്ത വൈബ്. എന്നാൽ ആ തന്ത വൈബ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനേക്കാൾ അന്ന് ഞങ്ങൾ 90s നിങ്ങൾ പറയുന്ന 90s ഉണ്ട് തന്ത വൈബിന്റെ ആൾക്കാരൊക്കെ 100% നിങ്ങളെക്കാൾ അന്തസ്സായിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചിരുന്ന ഒരു കാലമാണ് ഞങ്ങൾക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്ന് നിങ്ങൾക്കത് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ തലമുറ, എല്ലാവരെയും അടക്കി പറയല്ല കേട്ടോ, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഈ പുക, കഞ്ചാവ്, MDMA ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, കേട്ടതല്ലേ, 5 പേരെ കൊലപ്പെടുത്തി. ഇപ്പോൾ ബാക്കിയായത് ആരാ? അവൻ്റെ ഉമ്മ മാത്രമാണ് ബാക്കിയായത്. അതും ദൈവം കൊടുത്ത ഒരു പരീക്ഷണമാണ് അവർക്ക്. എല്ലാവരെയും അവൻ കൊന്ന് അവൻ്റെ ഉമ്മാനെ മാത്രം ബാക്കി വെച്ചത്. ഇനി അവൻ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ ഈ ദുനിയാവിൽ എനിക്ക് പറ്റില്ല. എപ്പോഴും അതിങ്ങനെ തേട്ടിക്കൊണ്ടിരിക്കും. ഈ 2025 വന്നിട്ട് എത്ര ദിവസമായിട്ടും 2 മാസം ആവണുള്ളൂ. ഈ 2 മാസത്തിന്റെ ഇടക്ക് 20-25 വയസ്സായ ആളുകൾ, കുട്ടികൾ കൊന്നു തള്ളിയത് 10-30, ഏകദേശം 10-30 ആളുകളാണ് അവർ കൊന്നു തള്ളിയത്. ഈ ഒരു കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ അടിമപ്പെട്ടിട്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്തവൈബാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ നേരം പോകാൻ വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, അതിന്റെ പ്രാന്തിയായിരുന്നു ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ. പല കളികളിൽ ഏർപ്പെടുന്ന പ്രാന്ത്. അത് പല കളികളുണ്ട്. ഒളിച്ചളിക്കും, കല്ല് കളിക്കും, എന്ത് കളിയാണോ നമുക്ക് ആ സമയത്ത് സൗകര്യപ്പെട്ടത് അത് കളിച്ച് ഞങ്ങൾ നേരം കളയുന്ന ഒരാളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ ചെറുപ്പം വലുപ്പം എന്നൊക്കെ നോക്കിയിട്ട് സ്നേഹം ബഹുമാനം ഒക്കെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അതൊക്കെ. മൂത്തവരെങ്ങനെ ബഹുമാനിക്കണം, ഇളവരെ എങ്ങനെ സ്നേഹിക്കണം, അവരോട് എങ്ങനെ കരുണ കാണിക്കണം എന്നൊക്കെ ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ച് കാണിച്ചവരായിരുന്നു. ഇന്നത്തെ തലമുറയോട്, ഇന്നത്തെ ന്യൂ ജനറേഷനോട് അത് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ 6 മണിക്ക് ശേഷം വീട്ടിൽ കയറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ, മുസ്ലിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഖുർആൻ ഓതുക, അത് കഴിഞ്ഞ് കുറച്ച് നേരം പഠിക്കുക. മറ്റേ ഹിന്ദു സഹോദരന്മാരുടെ വീട്ടിലാണെങ്കിൽ അവിടെ അതുപോലെ പ്രാർത്ഥന, രാമായണം ചൊല്ലുക, വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ക്രിസ്ത്യൻസിന്റെ വീട്ടിലാണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടുക, കുറച്ച് നേരം പഠിക്കുക, പിന്നെ കുറച്ച് നേരം വർത്താനം പറയുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. ഇന്ന് 6 മണിക്ക് ശേഷം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തേ നേരം വൈകി, അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം വീട്ടിൽ കയറി വന്നാൽ എന്തേ നേരം വൈകി ചോദിക്കാൻ പേടിയാണ്. ചോദിക്കാൻ പാടില്ല. നമ്മളൊക്കെ 6 മണിക്ക് ശേഷം അങ്ങനെ വൈകി വരാറ് സാധാരണ വളരെ കുറവാണ്, വിരളമാണ് അല്ലേ? അതുപോലെ രാത്രി വൈകിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോലും കുറവാണെന്നൊക്കെ. ഇന്നതല്ല, തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക. എന്നാണ് ഫുൾ സ്വാതന്ത്ര്യമാണ്. ചോദിക്കാൻ പാടില്ല. ന്യൂ ജനറേഷന് സ്വാതന്ത്ര്യം ഫുൾ അങ്ങോട്ട് സ്വാതന്ത്ര്യമാക്കി കൊടുത്തിട്ടാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ലൈസൻസ് ഒന്നും ഇല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പേടിയാണ് എന്തെങ്കിലും ചോദിക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നാട്ടുകാരെ മുഴുവൻ നന്നാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ മുഴുവനായിട്ട് നന്നാക്കാനോ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മൾ നമ്മുടെ മക്കളെ, ഓരോരുത്തരും ഓരോ ഫാമിലിയിൽപ്പെട്ടവരും അവരുടെ മക്കളെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെ, നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചാൽ അതുപോലെ എല്ലാവരും അവരുടെ മക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ. അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഇന്നൊക്കെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. കേരളം അതിൻ്റെ ഹബ്ബായി മാറിയിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ സൂക്ഷിക്കുക. നമ്മുടെ മക്കൾ എപ്പോൾ പോകുന്നു, സ്കൂൾ വിട്ടിട്ട് എപ്പോൾ വരുന്നു, എന്താണ് അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുവിധം അവരറിഞ്ഞിട്ടും അവരറിയാതെയൊക്കെ നമ്മൾ നിരീക്ഷിക്കുക. ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അതൊക്കെ ചെയ്യണം. അല്ലാതെ ഫുള്ളായിട്ട് സ്വാതന്ത്ര്യമായിട്ട് വിട്ടിട്ട് നമ്മളെ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും പിള്ളേരെ നമ്മൾ ഏതെങ്കിലും സ്പോർട്സ് പരമായിട്ടോ ആർട്സ് പരമായിട്ടോ അങ്ങനെയുള്ള കായികപരമായിട്ടോ നമ്മൾ എൻഗേജ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് അതൊരു പ്രാന്തായി മാറും. ഇന്നതല്ല, ഇന്ന് പുക, MDMA ഇതാണ് ഇന്നത്തെ മക്കളുടെ, ഇന്നത്തെ ജനറേഷൻ്റെ പ്രാന്ത്. മൊബൈൽ അഡിക്ഷൻ. മൊബൈൽ ഉപയോഗിക്കേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ, പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഈ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ഭ്രാന്ത്, ഭ്രമം മൂത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വാപ്പ ഏതാണ്, ഉമ്മ ഏതാണ് എന്നറിയാത്ത രീതിയിലുള്ള ഒരവസ്ഥ. പെങ്ങന്മാരേതാണ്, നാട്ടുകാരേതാണ്. ഇനി നാട്ടുകാരെന്തെങ്കിലും ചോദിച്ചാലോ അത് വലിയ പുകിലായി. ഈ ഒരു സാഹചര്യമാണെന്നുള്ളത്. അന്നൊക്കെ നമുക്ക് ഉപ്പാനോടൊക്കെ, നമ്മുടെ മാതാപിതാക്കളൊക്കെ നേരിട്ട് സംസാരിക്കാൻ പോലും പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ബഹുമാനം കൊണ്ടുള്ള പേടി കേട്ടോ, റെസ്പെക്ട് കൊണ്ടുള്ള പേടിയാണ്. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ. ഇന്ന് വാപ്പ എന്ത്, ഉമ്മ എന്തുള്ള ആ ഒരു മൈൻഡാണ്. അതിനൊക്കെ കാരണം തന്നെയാണ് ഈ പുക, MDMA, മയക്കുമരുന്ന് ഇതിൽ അടിമപ്പെട്ടുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലുള്ള വല്ല എൻഗേജ്മെന്റ്, ഓരോ തന്നെ സ്പോർട്സിലോ ആർട്സിലോ അതുപോലെ കലാകായികമായിട്ടുള്ള എൻഗേജ് ആക്കുക നമ്മുടെ നാട്ടിലെ പിള്ളേരെ. അപ്പോൾ അവർ അതിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മാറ്റം സംഭവിക്കും. എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും, ഇന്ന നാട്ടിലൊന്നും ഇല്ല.